guys, assalamu alaikum. Welcome back to my YouTube channel Chippu's Vlog and it's me Chippu here. അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ തമ്മിൽ കണ്ട പോലെ ഒരു ബ്രൈഡൽ തട്ടിക്കൂട്ട് ബ്രൈഡൽ മേക്ക് ഓവറാണ്. ഞാനതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് നോക്കുമ്പോഴാണ് എൻ്റെ കുറച്ച് വീഡിയോസ് മിസ്സായിക്കണല്ലേ. ഫസ്റ്റ് പോർഷൻസ് ഒക്കെ ഒന്നും കാണാനില്ല. ഞാൻ കുറേ തപ്പി അത് കാണാനില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ഞാനത് ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്തിരുന്നു. അതിന് എന്താ ചെയ്യുക, ഫസ്റ്റത്തെ 2-3 സ്റ്റെപ്സാണ് കാണാതായിട്ടുള്ളത്. മെയിൻലി മോയ്സ്ചറൈസർ, ഞാൻ ഫസ്റ്റ് ടോണർ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. സൺസ്ക്രീൻ ഇടണില്ല തോന്നുന്നു, സൺസ്ക്രീൻ ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കൺസീലറൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസീലർ തൊട്ടിട്ടുള്ളത് വീഡിയോസ് ഉണ്ട്. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കൺസീലറാണ്. കൺസീലർ നമ്മുടെ ഈ ബ്രൈറ്റ്സിനൊക്കെ നിങ്ങൾക്ക് കണ്ടത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ അവർ കവർ ചെയ്തെടുക്കുക. പക്ഷേ എൻ്റെ അടുത്ത് ഈ ഷെയ്ഡുണ്ട്. അപ്പോൾ ഞാൻ മറ്റേ കളർ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ ട്രൈ ചെയ്യണം. ആദ്യം നമുക്ക് എൻ്റെ അടുത്തുള്ള കളറ് കയ്യിലെടുത്തിട്ട് ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് മിക്സ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് ആ ഷെയ്ഡ് വരികയാണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാമല്ലോ. ഓ മൈ ഗോഡ്, കുഴപ്പമില്ല, ഭയങ്കര അപ്പായപ്പോൾ ജസ്റ്റ് ഡാർക്ക് സ്പോട്ട്സ് മാത്രം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറ്റുന്നത് യൂസ് ചെയ്യാം. കാരണം ആ ലിപ്സ്റ്റിക്ക് അത്ര നല്ലൊന്നല്ലല്ലോ. ഈ ഡ്രസ്സ് താത്താൻ്റെ ഡ്രസ്സ്, താത്താൻ്റെ നിൽക്കാൻ്റെ ഡ്രസ്സാണ്. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കാണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മേക്കപ്പ് ചെയ്യാൻ കല്യാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം, എൻഗേജ്മെൻറ്റ് നടക്കുന്നവർക്ക് ചെയ്യാം, ചെറിയ ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ചെയ്യാം. സ്വന്തമായി സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഒരു ബ്രൈഡൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ബ്ലെൻഡ്. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൺസീലർ. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെബലിൻ ന്യൂയോർക്കിൻ്റെ പെർഫെക്റ്ററാണ്. ഇത് 4-in-1 ഗ്ലോ ആണ്. ഓക്കെ, ഇതിലെന്താ വെച്ചാൽ പ്രൈമർ ഉണ്ട്, കൺസീലർ ഉണ്ട്, ഹൈലൈറ്റർ ഉണ്ട്, BB ക്രീം ഉണ്ട്, ബേസ് ടിൻ്റ് ഉണ്ട്, കോണ്ടർ ഇലുമിനേറ്റർ ഉണ്ട്, BB ക്രീം, പ്രൈം ഉണ്ട്. ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഇത് യൂസ് ചെയ്യാൻ തന്നെ കുറച്ച് പണി വിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ തിരിച്ചാലാണ് കണ്ട സാധനം തന്നെ കണ്ട വന്നില്ലേ. ഇതിങ്ങനെ എടുത്ത് യൂസ് ചെയ്യാം. ഭയങ്കര ഗ്ലോ ആണ്. അപ്പം നമ്മൾ ഭയങ്കര ഗ്ലോ ആണ് സംഭവം. ഇതിൽ പ്രൈമറൊക്കെ ഉണ്ട്. നമ്മളിതാണ് യൂസ് ചെയ്യണേ. ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്തിനാണ് കൺസീലർ നമ്മൾ വീണ്ടും യൂസ് ചെയ്തത്, കാരണം ഓൾറെഡി യൂസ് ചെയ്തല്ലേ. പക്ഷെ ഇതിൽ പ്രൈമറും ഹൈലൈറ്ററും കൂടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വേറൊരു തരം ഗ്ലോ ആണ്. അപ്പോൾ നമ്മളത് ആ ഒരു ബേസ് ഇട്ടിട്ടുണ്ട്. ഒരു ബേസ് പക്കയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം യൂസ് ചെയ്തത്. കാരണം ഇതിൽ തന്നെ ഹൈലൈറ്ററൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഗ്ലോ ഉണ്ട്, എന്നാൽ ഒരു ടിൻറ്റഡ് ഗ്ലോ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനാണ്. നല്ല പാക്കേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ചെടുക്കാം, ബ്രൈഡല്ലേ. സത്യം പറഞ്ഞാൽ ബ്രൈഡിന് മേക്കപ്പ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടി വരിക. ഹെയർ നോക്കണം, ഓർണമെൻറ്റ്സ്, ഡ്രസ്സ്, ഇതെല്ലാം ഒരു ബ്രൈഡിൻ്റെ ലുക്കിനെ മാറ്റിമറിക്കും സത്യം പറഞ്ഞാൽ. അപ്പോൾ മേക്കപ്പ് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബ്രൈഡ്സ് ആവണ ആൾക്കാർ എന്താ പറയുക, അവരെന്തും കൂടി നോക്കണം. ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സും എല്ലാം പക്കായിട്ടിരിക്കണം, മാച്ചിങ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് നല്ല ബോറായിരിക്കും, നല്ല ചേഞ്ചസ് വരുത്തും. ഓക്കെ, ഈ ഫൗണ്ടേഷൻ കുറിച്ച് പറയുകയാണെങ്കിൽ കവറേജ്, ഫുൾ കവറേജ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു കവറേജ് ഉണ്ട്, ഹൈ കവറേജ് എന്നൊക്കെ എഴുതാം. നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് ഐബ്രോസും സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കൺസീലർ ഉണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ത്രെഡ് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ത്രെഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഇതാക്കാം കേട്ടോ. ഞാൻ ഇവിടെ ബ്രൗൺ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ വരച്ചെടുക്കുക കൺസീലർ. അപ്പോൾ എന്താ പറയുക, ത്രെഡ് ചെയ്ത പോലെ ഉണ്ടാവും. ഓക്കെ, എൻ്റെ അടുത്ത് അങ്ങനത്തെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനൊരു ബ്രൈഡ് ആവുന്നത് ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ ലിപ്പുമെല്ലാം ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, കാരണം ലിപ്സ്റ്റിക് കുറച്ചും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അടുത്ത് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഐ ഷാഡോ പാലറ്റ് ഇല്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാൻ ഐ ചെയ്യുന്നുണ്ട്.
പണ്ട് എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു കളരിയിൽ, ഷെയ്മാണത്. നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരുക്കി കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐഷാഡോ ഇട്ട് ഇതാക്കിയിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഇവിടെ കൂടിയും ഇട്ട് കൊടുക്കാം. ഞാൻ ലെങ്സ് ഒന്നും വെച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ലെങ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ചില്ല. വേറെ ലാസ്റ്റ് കൊടുക്കാൻ വെച്ചു. എൻ്റെ ഐസ് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡാണ് എൻ്റെ ഐ ഓൾറെഡി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഗോൾഡൻ ആണ് എടുക്കുന്നത്, കാരണം എൻ്റെ ഡ്രസ്സ് മൊത്തം ഗോൾഡൻ ആണ്. അപ്പോൾ നമുക്ക് ഗോൾഡൻ ഷിമ്മർ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. കുറച്ച് കൂടുതലല്ലേ, ബ്രൈഡല്ലേ. സൂര്യൻ്റെ പ്രകാശത്തിൽ നല്ല ഭംഗിയുണ്ട്. നമ്മളെന്താ ചെയ്യുക, ഇവിടെ കോർണറിൽ എഴുതി കൊടുക്കാം, ഇവിടെ എഴുതി കൊടുക്കാം. എന്നിട്ട് ഇവിടെയും ഈ ഐലൻഡ് അവിടെയും ഒന്നിട്ട് കൊടുക്കാം, ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് കണ്ണെഴുതാം. ചെറിയൊരു വിങ്ങിട്ട് കൊടുക്കുക. അപ്പോൾ ഐ നമ്മൾ ചെയ്തു, അടിയിൽ എഴുതിയിട്ടില്ല, മേലെ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. അപ്പോൾ തന്നെ ഇരുന്നപ്പോൾ എന്താ തുടങ്ങുന്നത്. നമ്മൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ബ്രൈഡ്സിന് അവർക്ക് ഐലാഷസ് ഉണ്ടാവും, ഫേക്ക് ഐലാഷസ് ഇടാം. പക്ഷെ നമുക്കിപ്പോൾ നമ്മൾ ഇപ്പുറത്തും ഐലാഷസ് ഇടാണ്. തട്ടിക്കൂട്ട് ബ്രൈഡല്ല നമ്മൾ, നമുക്ക് ഫേസ് ഐലാഷസ് ഒന്നുമില്ല. ഇതും മാൾസിൻ്റെ ആണ് കേട്ടോ. അടുത്ത നമ്മൾ ബ്ലഷ് ഇടാൻ പോവാണ്. ബ്രൈഡൽ അപ്പം അത്യാവശ്യം വേണം. അടുത്ത നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട് എന്നാ ഞാൻ ഇട്ടിട്ടുള്ളത്. അയ്യോ, അടുത്ത കോമ്പാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് സാധനം തപ്പിട്ട്. അപ്പം നൈക്കയുടെ കോമ്പാക്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. വല്ലാണ്ട് സെറ്റ് ചെയ്യുന്നില്ല, എന്നാൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേർക്കും. അപ്പോൾ ബ്രൈഡ്സിന് വേർക്കാൻ പാടില്ലല്ലോ. പിന്നെ സെറ്റ് പ്രൂഫ് മേക്കപ്പ് ഒക്കെ ചെയ്യണം. നമ്മൾ അത്ര ഹൈ ആയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഗൈസ്, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയാലും. അടുത്ത നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ യൂസ് ചെയ്യണത് ഗോൾഡ് അല്ല, ഈ ഒരു റോസ് ഗോൾഡാണ് എടുക്കുന്നത്. നമ്മൾ ഓയിലി സ്കിന്നായിരിക്കും, വല്ലാണ്ട് ഡ്യൂയി മേക്കപ്പ് ചെയ്യാതിരിക്കാൻ നല്ലതാണ് ഞാൻ ഇപ്പോൾ അടുത്തറിഞ്ഞത്. ഓക്കെ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം നമുക്ക് ഓയിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെത്താനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓൾമോസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. തിളങ്ങണില്ലേ, നൈസ്. ഇനി നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലിപ്സ്റ്റിക് ഇടാൻ പോവാണ്. ഞാൻ റെഡ് ലിപ്സ്റ്റിക് ഇടണം ഗൈസ്. ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്യുന്ന നേരത്തെ, പിന്നെ എല്ലാപ്പോഴും പ്ലമ്മിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ എന്ന് ഇട്ട റെഡ്. മേക്കപ്പ് ചെയ്യുമ്പോൾ ബ്രൈഡ്സിന് എന്തായാലും പ്രെപ്പ് ചെയ്യുക അവരുടെ സ്കിന്നിന് ഈ മാസ്ക് ഒക്കെ വെച്ചിട്ട്. അത് നല്ലതാണ്, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് വെച്ച് ചെയ്യണത് തന്നെ നല്ലതാണ്. മിക്കവാറും ഇത് ബോറാവും, അറിയില്ല, നോക്കാം. ലിപ് ലൈനറൊക്കെ വെച്ച് അത് ലിപ് ലൈനൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ലുക്കിൽ തന്നെ മാറ്റിയപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് തന്നെ ചെയ്തോക്കട്ടെ. ആ റെഡ് ലിപ്സ്റ്റിക്ക് ഇട്ടാണല്ലോ ബോറ്.
പിങ്ക് ആയാലോ? നമുക്കിതിലേ ബ്രൗണും കൂടിയും ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നല്ല ഷെയ്ഡാണില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി സെറ്റിംഗ് സ്പ്രേ അടിക്കാം. അതിൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ തട്ടിക്കുട്ട് ബ്രൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചേക്കാം. ഓർണമെൻറ്റ്സ് ഒന്നും ഇല്ല, നോക്കാം നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ ഇതൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല എങ്ങനെ റെഡി ആക്കി തരണം. അപ്പോൾ നമുക്ക് ഇയറിങ്സ് ഉള്ളൂ. നമുക്ക് ഇയറിങ്സ് വെച്ചാലോ? ഓക്കെ നോക്കാം. ഇയറിങ്സാണ് നമ്മൾ എന്താക്കി യൂസ് ചെയ്യുന്നത്? ഷൂട്ടായിട്ട് യൂസ് ചെയ്യണം. ഏതാ ഭംഗി? കമൻറ്റ് ബില്ല് കുറച്ചുകൂടെ ഹെവി ആയിട്ടില്ലേ? അങ്ങനെയല്ലേ ഇത് വെക്കാം. നമുക്ക് എങ്ങനെ വെക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചരടൊക്കെ ഇതിന്മേൽ കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും വെക്കാം. ഓക്കെ, നമ്മൾ ചരട് വെച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് പോയിന്റ് വെക്കാം. അയ്യോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അത് ഇരിക്കുന്നത് ഗൈസ്. അത് ശരിയല്ലാതെ എനിക്കറിയാം. ഓക്കെ, നമ്മൾ ഇയറിങ്സ് ആയിട്ട് ഗോൾഡൻ അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ മേലെ വെച്ചിട്ടുണ്ട്. ചെയിനില്ലാത്തൊരു കുറവാന്ന് എനിക്കറിയാം. ചെയിനില്ല ഗൈസ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഷാൾ ഇട്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. ഞാൻ ഈ കോളത്തിൽ ഉമ്മാനെ കാണിച്ചോട്ടെ കേട്ടോ. ഉമ്മാൻ്റെ റിയാക്ഷൻ ഞാൻ ഷൂട്ട് ചെയ്യാം. ഓക്കെ.